ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരം, പൊതു അറിവ് എന്ന ഭാഗത്തു നിന്നും പേശി വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639 ആണ്. ശിശുക്കളുടെ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശി ഏതാണ്? കഴുത്തിലെ പേശി. ശിശുക്കളുടെ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശി കഴുത്തിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശി. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏതാണ്? അസ്ഥിപേശി. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി അസ്ഥിപേശിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ ഏതൊക്കെയാണ്? മിനുസപേശിയും ഹൃദയപേശിയും. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ മിനുസപേശിയും ഹൃദയപേശിയുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ്? മാസെറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി മാസെറ്റർ ആണ്. പേശികളില്ലാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ശ്വാസകോശം. പേശികളില്ലാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ശ്വാസകോശമാണ്. പേശീതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കിളുകൾ എന്നാണ്. പേശീതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കിളുകൾ എന്നാണ്. പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ആക്റ്റിനും മയോസിനും. പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആക്റ്റിൻ, മയോസിൻ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? ഓസിൻ. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഓസിനാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? മയോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കൈമോഗ്രാഫ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ്. പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡുകൾ എന്നാണ്. പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡുകൾ എന്ന പേരിലാണ്. അമിതമായി അധ്വാനിക്കുന്ന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശീക്ലമം. ഇപ്പോൾ എന്താണ് പേശീക്ലമം എന്ന് പറഞ്ഞാൽ? അമിതമായി അധ്വാനിക്കുന്ന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശീക്ലമം. ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ടോറിസ്. ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ടോറിസ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ടെറ്റനി എന്ന രോഗം.
ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമേതാണ്? ടെറ്റനസ്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. വായ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേതാണ്? ടെറ്റനസ് ആണ്. വാ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം. ലിംഗകോശങ്ങളുടെ സംയോജനമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനമാണ് അലൈംഗിക പ്രത്യുൽപാദനം. ലിംഗകോശങ്ങളുടെ സംയോജനത്തോടു കൂടി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. ലിംഗകോശങ്ങളുടെ സംയോജനത്തോടു കൂടി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. പുംബീജവും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമേതാണ്? വൃഷണം. പുംബീജവും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം വൃഷണമാണ്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങളടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? അണ്ഡാശയത്തിലാണ്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണ്ഡാശയത്തിലാണ്. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ബീജസംയോഗം എന്നാണ്. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസൻ്റ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസൻ്റ. പ്ലാസൻ്റയാണ് മറുപിള്ള എന്ന് അറിയപ്പെടുന്നത്. മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻ്റയാണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പൊക്കിൾ കൊടിയാണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾ കൊടിയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലം ഏതാണ്? അമിനിയോൺ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്ഥലമാണ് അമിനിയോൺ. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമിനിയോണിലെ ദ്രാവകം ഏതാണ്? അമിനിയോട്ടിക് ദ്രവം. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമിനിയോണിലെ ദ്രാവകമാണ് അമിനിയോട്ടിക് ദ്രവം. ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമാണ് അമിനിയോസെൻറ്റസിസ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഏതാണ്? അമിനിയോസെൻറ്റസിസ്. മനുഷ്യൻ്റെ ഗർഭകാലം എത്രയാണ്? 280 ദിവസം. മനുഷ്യൻ്റെ ഗർഭകാലം 280 ദിവസമാണ്. പ്രസവിച്ച് ആദ്യത്തെ 4-5 ദിവസം വരെ ഉണ്ടാകുന്ന പാലാണ് കൊളസ്ട്രം എന്നറിയപ്പെടുന്നത്. പ്രസവിച്ച ശേഷം ആദ്യത്തെ 4-5 ദിവസത്തേക്ക് ഉണ്ടാകുന്ന പാലാണ് കൊളസ്ട്രം. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ലാക്ടോസ് ആണ്. ബീജസംയോഗം നടന്നില്ലെങ്കിൽ രക്തത്തോടും ശ്ലേഷ്മത്തോടും ഒപ്പം ഗർഭാശയത്തിൽ നിന്നും പുതുതായി രൂപപ്പെട്ട കലകൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ആർത്തവം. ബീജസംയോഗം നടന്നില്ലെങ്കിൽ രക്തത്തോടും ശ്ലേഷ്മത്തോടും ഒപ്പം ഗർഭാശയത്തിൽ പുതുതായി രൂപപ്പെട്ട കലകൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവചക്രം ആവർത്തിക്കുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ്? 28 ദിവസം. ആർത്തവചക്രം ആവർത്തിച്ച് വരുന്നത് 28 ദിവസം കൂടുമ്പോഴാണ്. ആർത്തവചക്രം പൂർണ്ണമായും നിലയ്ക്കുന്നത് എത്ര വയസ്സ് പ്രായമാകുമ്പോഴാണ്? ഏകദേശം 50 വയസ്സ്. ആർത്തവചക്രം പൂർണ്ണമായും നിലയ്ക്കുന്നത് 50 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. ഏകദേശം 50 വയസ്സ്. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥയാണ് വന്ധ്യത. സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്നത് വന്ധ്യത എന്നാണ്.
പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് വാസക്ടമി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് വാസക്ടമി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ ഏതാണ്? ട്യൂബക്ടമിയാണ്. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് ട്യൂബക്ടമി. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ ആണ്. 1978 ഇംഗ്ലണ്ടിൽ ജനിച്ച ലൂയിസ് ബ്രൗൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗയാണ്. 1978 കൊൽക്കത്തയിൽ ജന്മം നൽകിയ ബേബി ദുർഗയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.